നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ അലർട്ടും മറ്റെല്ലാ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കൊരട്ടിക്കരയിൽ ബൈക്കിന് പുറകിൽ കാർ ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ നാട്ടുകാർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രക്കാരായ ചാലിശ്ശേരി വരമംഗലത്ത് വീട്ടിൽ 31 വയസ്സുള്ള സുനീർ, 27 വയസ്സുള്ള ലുലു മർസാന, 9 വയസ്സുള്ള ഫാത്തിമ അഫ്രീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ശനിയാഴ്ച രാത്രി 10 മണിയോടെ കൊരട്ടിക്കര കിങ്സ് പാർക്ക് ഓഡിറ്റോറിയത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. കടവല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്ക് പെട്ടെന്ന് വലത്തോട്ട് തിരിക്കുന്നതിനിടയിൽ പുറകിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഭരണ സംവിധാനത്തെ സ്വാധീനിക്കുന്നതാണ് കഥകളെന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നവരാണ് സാഹിത്യകാരന്മാരെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. പുന്നയൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ 2ാമത് മാധവിക്കുട്ടി പുരസ്കാരം സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാം ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ജനാധിപത്യം ഒരു ആചാരമായി മാറുമെന്ന് കഥകളെ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. നെക്സസിൽ പറയുന്ന ഒരു ഭാഗം കഥകൾ വഴിയാണ് നമ്മൾ ഭരണ സംവിധാനത്തെ ആധിപത്യത്തേക്ക് നിർത്തിക്കൊണ്ടുപോകും. പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ നമുക്ക് കഥയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. നാം ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണെന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ജനാധിപത്യം വലിയൊരു ആചാരമായി മാറും. നാം വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാം തന്നെ തീരുമാനിക്കപ്പെടുന്ന ഒരു കാലമായി അതൊക്കെ മാറുന്നു എന്ന് കരാരി സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ കഥകൾ ഓരോ കാലത്തും എങ്ങനെ നിർമ്മിക്കുന്നു, ഓരോ രൂപത്തിൽ എങ്ങനെയാണ് കഥകൾ വരുന്നത്, ഇവരെല്ലാം കഥകളിലൂടെ, എഴുത്തിലൂടെ കഥകളുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അന്ന് വായിച്ചപ്പോൾ സാന്ദർഭികമായിട്ട് ആത്രേയകത്തിൽ ഇത് പറയുന്നുണ്ട്. കഥകളാണ് ഈ ഭരണ സംവിധാനത്തെ നിലനിർത്തുന്നത്. സാമൂഹ്യ പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കുന്നത്തൂർ PM പാലസിൽ നടത്തിയ പരിപാടിയിൽ സുഭാഷ് ചന്ദ്രൻ മന്ത്രിയിൽ നിന്നും മാധവിക്കുട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി. വായിക്കാത്തവരുടെ മനസ്സിൽ മാധവിക്കുട്ടി ആസക്തിയുടെയും ഉന്മാദത്തിന്റെയും എഴുത്തുകാരിയാണ്. എന്നാൽ വായിക്കുന്നവരുടെ മനസ്സിൽ ഇത്തരമൊരു ചിന്ത ഉണ്ടാകില്ലെന്ന് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ചെറുകഥാ മത്സരത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സബ് എഡിറ്റർ കൂടിയാണ്. കേരള സാഹിത്യ അക്കാദമി 2 തവണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ സമിതി ജനറൽ കൺവീനർ KB സുകുമാരൻ ആമുഖ പ്രഭാഷണം നടത്തി. അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർകുളത്തെയും മുഹമ്മദ് ജിഷാർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സാഹിത്യ നിരൂപകനും മടപ്പള്ളി കോളേജ് പ്രൊഫസറും കൂടിയായ KV സജയ് മുഖ്യപ്രഭാഷണം നടത്തി. ഗിരീശൻ ഭട്ടതിരിപ്പാട്, സാജൻ കുമാർ, ബൈജു കുമാർ എന്നിവരുടെ ചിത്ര പ്രദർശനത്തോടെയാണ് വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണ ചടങ്ങും ആരംഭിച്ചത്. സാഹിത്യ സമിതി സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി സ്വാഗതവും ട്രഷറർ ഷാജൻ വാഴപ്പുള്ളി നന്ദിയും പറഞ്ഞു. പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ, സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാഹുലയൻ താമരശ്ശേരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. എന്തുകൊണ്ട് അതിനൊന്നും സാധിച്ചില്ല? ആകെ ഞാൻ കണ്ടത് എറണാകുളത്തെ ജി ശങ്കരക്കുറുപ്പ് ഓഡിറ്റോറിയത്തിൽ 1995 അവർ ഒരു പരിപാടിക്ക് വന്നപ്പോൾ കാണികളിൽ ഒരാളായിട്ട് ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട് ഇവിടെ തിരക്ക്, അവരെ കാണാനുള്ള തിരക്കുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട് അവരെ ദൂരക്കാഴ്ചയായിട്ട് കണ്ടതാണ്. അന്ന് അവർ പർദ്ദയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നില്ല. ഒരു കറുത്ത സാരി പക്ഷെ എടുത്തിരുന്നു. സാരി കൊടുത്ത ഒരു വെള്ളച്ചാട്ടം പോലെ അവർ വേദിയിലേക്ക് നിന്ന് കണ്ട് അത്ഭുതപ്പെട്ട് ദൂരെ നിന്ന് കണ്ട് അവരുടെ സംസാരം കേട്ട് മടങ്ങിപ്പോകാനേ എനിക്ക് സാധിച്ചത്. മാധവിക്കുട്ടി പക്ഷേ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലെങ്കിലും, നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും മാധവിക്കുട്ടി നിങ്ങളോട് ഓരോരുത്തരോടും എന്ന പോലെ എന്നോടും ധാരാളമായി സംസാരിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ്. അവരുടെ കഥകൾ, കവിതകൾ, നോവലുകൾ അതെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പുതിയൊരു മാധവിക്കുട്ടിയെ
കണ്ടുപിടിക്കുന്ന അനുഭവമാണ് ഉണ്ടാവുക. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് 15ാമത് വാർഷിക പൊതുയോഗം നടത്തി. ചേംബർ ഹാളിൽ വനിതാ വിംഗ് പ്രസിഡന്റ് ജയ്മോൾ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടത്തിയ യോഗം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറിയും കുന്നംകുളം ട്രഷററുമായ MK പോൾസൺ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ വിംഗ് സെക്രട്ടറി ജിനി ജയ്മോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ജെൻസി ജാക്സൺ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. വനിതാ വിംഗ് കോർഡിനേറ്റർ PI ജോസ് സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണമടഞ്ഞവർക്കു വേണ്ടി മൗന പ്രാർത്ഥന നടത്തി. KM അബൂബക്കർ, രാജു ബി ചുങ്കത്ത്, ജിനീഷ് തെക്കേക്കര, സിൻഡോ ജോയ്, PI നിക്സൺ എന്നിവർ സംസാരിച്ചു. 60 വയസ്സ് തികഞ്ഞ വനിതാ വിംഗ് മെമ്പർമാരെ ആദരിച്ചു. 2025-26 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി. പ്രസിഡന്റായി ശ്രീജിഷ ദാസ്, സെക്രട്ടറി ഷിനിമോൾ ജോജു, ട്രഷറർ ജിനി ജയ്മോൻ, വൈസ് പ്രസിഡന്റ് ജയ്മോൾ ബാബു, ജോയിന്റ് സെക്രട്ടറി രാജി പ്രിൻസ് എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തോടുകൂടി യോഗം അവസാനിച്ചു. SSLC, +2, ഡിഗ്രി, മറ്റ് കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. 3 കോഴികളെ വിഴുങ്ങുകയും 5 കോഴികളെ കൊല്ലുകയും ചെയ്ത മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. കോട്ടപ്പുറം പടിഞ്ഞാക്കര വീട്ടിൽ പ്രശാന്തിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടിച്ചത്. രാവിലെ പ്രശാന്തിന്റെ അമ്മ കോഴിക്കോട് തുറക്കാൻ എത്തിയപ്പോഴാണ് മലമ്പാമ്പിനെ കണ്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പഴവൂർ സ്വദേശി അഷ്റഫാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. ഏകദേശം 10 അടിയോളം വലിപ്പമുള്ള മലമ്പാമ്പിനെ പിന്നീട് വനത്തിൽ തുറന്നുവിട്ടു. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.